ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി അരിപ്പൊടി വേണേ, പിന്നെ നമ്മുടെ ശർക്കര, അത് ക്യൂബ്സ് ആയിട്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് ഈ ക്യൂബ്സ് പെറുക്കിയിടുക. ഈ ശർക്കരയൊന്ന് മെൽറ്റായിട്ട് കിട്ടാനും, പക്ഷേ ഇത്രയും വെള്ളം ഒഴിക്കില്ല കേട്ടോ. പിന്നെ വാം വാട്ടർ എടുത്ത് അരിപ്പൊടിക്കകത്ത് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ ജീരകവും ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് നന്നായിട്ട് ഇടിച്ചങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇത് അവരാന്ന് വിചാരിച്ചിട്ട് നല്ല ഇടിച്ച് ഒരു ബോൾ പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ തേങ്ങാപ്പീര നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കുക. എന്തോ തേങ്ങാപ്പീരയ്ക്കും ശർക്കരയ്ക്കും അങ്ങോട്ട് ചേരാൻ താല്പര്യമില്ലാത്ത പോലെ, അതുകൊണ്ട് ഞാൻ തന്നെ അവരെ അങ്ങോട്ട് ഇളക്കി ചേർത്തു. എന്നിട്ട് നമ്മുടെ കൊഴുക്കട്ടയുടെ ബോളില്ലേ, അതിൻ്റെ നടുക്കൊരു കുഴി തോണ്ടി അതിനകത്തേക്ക് ഈ ശർക്കരയും തേങ്ങയും മിക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഉരുട്ടി ബോളാക്കി. പിന്നെ നമ്മുടെ അപ്പച്ചമ്പുണ്ടല്ലോ, അപ്പച്ചമ്പെടുത്ത് കുറച്ച് വെള്ളം അതിൽ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഉരുളകളെല്ലാം പെറുക്കി വെക്കുക. നിങ്ങളുടെ നാട്ടിലും ഈ പാത്രത്തിന് അപ്പച്ചെമ്പം തന്നെയല്ലേ പറയാറ്? പ്ലീസ് കമൻറ്റ് ബിലോ കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.